ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ടീച്ചർ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1 ലിറ്റർ എഞ്ചിനെ പറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും പൊതുവെ ഡൗട്ടാണ് 1 ലിറ്റർ എഞ്ചിൻ സ്റ്റിൽ വർത്ത് ഇൻ 2023, അതായത് 2025 അതിന് പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ് എല്ലാവരും ഡൗട്ട്. ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും 1.2 സീരീസ് അവൈലബിൾ ആണ്, 1.5 സീരീസ് അവൈലബിൾ ആണ്, പിന്നെ ഇലക്ട്രിക്കൽ കാർസ് അവൈലബിൾ ആണ്. സോ അതിൻ്റെയൊക്കെ ഒപ്പം 1 ലിറ്റർ എഞ്ചിൻ 2025 എടുക്കുന്നത് കൊണ്ട് കാര്യം ഉണ്ടാകുന്നൊക്കെ ചോദിക്കണല്ലേ. അപ്പോൾ അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ക്ലാരിഫൈ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 2025 ഇപ്പോൾ 1 ലിറ്റർ ആണ് മിനിമം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. പണ്ട് മാറ്റി 800 ഉണ്ടായിരുന്നു, അത് നിർത്തിക്കളഞ്ഞു. പിന്നെ ഇയോൺ ഉണ്ടായിരുന്നു, നല്ലൊരു കാറായിരുന്നു, അത് 778 സി സിയിൽ, അത് നിർത്തിക്കളഞ്ഞു. പിന്നെ റെനോൾട്ട് കിഡിൻ്റെ 779 സി സിയുടെ ഒരു എഞ്ചിൻ ഉണ്ടായിരുന്നു, അത് നിർത്തിക്കളഞ്ഞു. ഇപ്പോൾ മിനിമം നിങ്ങൾ ഷോറൂമിൽ ചെന്നില്ലെങ്കിൽ 1 ലിറ്റർ മാത്രമേ ചെറിയ കാറുകളിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് സാധാരണക്കാർ ഷോറൂമിൽ ചെന്നിട്ട് 1 ലിറ്റർ എഞ്ചിൻ എടുക്കുന്നവരുണ്ട്. പിന്നെ എല്ലാവരും വലിയ കാറുള്ള ആൾക്കാർ സെക്കൻഡ് കാറായിട്ട് ഉപയോഗിക്കാൻ 1 ലിറ്റർ എഞ്ചിൻ നോക്കുന്നവരുണ്ട്. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ 1 ലിറ്റർ എഞ്ചിൻ സിറ്റിയിൽ ബെസ്റ്റ് ആണ്. കാരണം അതിപ്പോൾ അങ്ങനെ അതിനുള്ള എവിഡൻസ് ആണ് ഈ ടാക്സിക്കാർ അവരുടെ മെയിൻ ഇപ്പോൾ ഈ ഊബർ ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, എക്സ്പ്രസ് കാണാൻ പറ്റും, വാഗണാർ കാണാൻ പറ്റും, സെലീർ കാണാൻ പറ്റും. അവരുടെ ടൂർ പാക്കേജ് ഉണ്ട്. ഇപ്പോൾ മാരുതി ആണെങ്കിൽ ടൂർ പാക്കേജ് എടുക്കും. ടൂർ പാക്കേജിൽ വേറെ ഒന്നുമില്ല, 1 ലിറ്റർ എഞ്ചിൻ കമ്പൈൻ ചെയ്യണത് CNG ആയിട്ട് കമ്പൈൻ ചെയ്ത് നോക്കും, എന്നിട്ട് മാനുവൽ ഗിയർ ബോക്സ്. ഇതാണ് അവരുടെ 3 തുർപ്പി ചീട്ട് തന്നെ പറയാം. ഇതാണ് അവരുടെ 3 കോമ്പിനേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ 1 ലിറ്റർ എഞ്ചിൻ ടാക്സിക്കാർ ഡെയിലി 1,500 കിലോമീറ്റർ ഓടുന്ന ടാക്സിക്കാരുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഒരു മെയിൻ്റെനൻസും, അതായത് അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയണമെന്ന് വെച്ചാൽ അവർ പീരിയോഡിക് സർവീസ് കറക്റ്റായിട്ട് ചെയ്യും, അല്ലെങ്കിൽ പുറത്തെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി സർവീസ് ചെയ്യും കറക്റ്റായിട്ട്. പിന്നെ ഡെയിലി കഴിയുന്നത് മാത്രമേ അവർ ചെയ്യാറുള്ളൂ. ഈ 1,500 കിലോമീറ്റർ ഓടി കാശുണ്ടാക്കുന്നവരാണ് ഈ ടാക്സിക്കാർ. ഇപ്പോഴും ഒരു മെയിൻ്റെനൻസ് ഇല്ലാണ്ട് അവർ 1 ലക്ഷത്തിന് മേലായിട്ട് പോലും മെയിൻ്റെനൻസ് ഇല്ലാണ്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം സിറ്റിയിൽ എപ്പോഴും നല്ലത് എന്ന് വെച്ചാൽ 1 ലിറ്റർ എഞ്ചിൻ ഇപ്പോഴും എന്താ പറയുക, സിറ്റിയിൽ പുലി തന്നെയാണ്. എല്ലാ കമ്പനികളൊന്നും 1 ലിറ്റർ മാനുഫാക്ചർ ചെയ്യണില്ല. എല്ലാവർക്കും അറിയാം, മാരുതി ചെയ്യാറുണ്ട്, റെനോൾട്ടും നിസാനും ചെയ്യാറുണ്ട്. റെനോൾട്ട് നിസാനിന്റെ സെയിം 999 സി സി സെയിം എഞ്ചിൻ തന്നെയാണ് അവർ 2 കമ്പനികളോട് കമ്പയർ ചെയ്തിട്ട് സെയിം നാച്ചുറൽ ആസ്പിറേറ്റർ എഞ്ചിൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മാരുതിയാണ് 1 ലിറ്റർ എഞ്ചിൻ ഉണ്ടാക്കാൻ വേണ്ടി പുലി തന്നെ ഞാൻ പറയാം. കാരണം അവരുടെ ലൈനപ്പിൽ 4 കാറുകൾക്ക് 1 ലിറ്റർ എഞ്ചിൻ കൊടുക്കുന്നുണ്ട്. ഓൾട്ടോ K10, പിന്നെ എക്സ്പ്രസോ, സെലീറിയോ, വാഗണാർ VXC വരെയുള്ള വേരിയന്റിന് മാത്രമേ 1 ലിറ്റർ എഞ്ചിൻ അവൈലബിൾ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ZX 1.2 അവൈലബിൾ ആണ്. എൻ്റെ അഭിപ്രായത്തിൽ 7 ലക്ഷം രൂപ ബഡ്ജറ്റ് വെക്കാറുണ്ട്. അതിന് താഴെ കൊണ്ടുപോകുന്ന വണ്ടികൾ മാത്രം 1 ലിറ്റർ എടുത്താൽ മതി എൻ്റെ അഭിപ്രായം. അതിൽ മേലേക്ക് പോയി നമുക്ക് 1.2 ലിറ്റർ 4 സിലിണ്ടർ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകണ്ട. 7 ലക്ഷം രൂപ ബഡ്ജറ്റ് വെച്ചിട്ട് അതിന് താഴെ കൊണ്ടുപോകുന്ന വണ്ടികൾ മാത്രം 1 ലിറ്ററിന് അത്രയും കാശ് കൊടുത്താൽ മതി. അപ്പം അതെപ്പോഴും ഓർത്തിരിക്കുക. ഇതിനകത്ത് ഇതിന്റെ എഞ്ചിൻ മാരുതിയുടെ എഞ്ചിൻ പരിശോധിക്കുകയാണെങ്കിൽ 998 സി സി, 66 bhp, പിന്നെ 89 ന്യൂട്ടൺ മീറ്റർ, അത് 3500 ക്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന എഞ്ചിനാണ്. നല്ലൊരു പെർഫോമൻസ് തന്നെ എഞ്ചിനാണ്. അത് CNG ആയിട്ട് അഡാപ്റ്റബിൾ ആണ്. അതിനിപ്പോൾ AMT ഉണ്ട്, ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് AMT എടുക്കാം. ഈ AMT ഇറക്കുന്ന സമയത്ത് അന്ന് മാരുതിക്ക് 1.2 ലിറ്റർ നിലവിലുണ്ടായിരുന്നു. പക്ഷെ അവർ കൊണ്ടുപോയി സെലീറിൽ 1 ലിറ്ററിലാണ് പരീക്ഷിച്ചത്. അത് വിജയമായിട്ടുണ്ട്. ഇപ്പോഴും കുഴപ്പമില്ലാണ്ട് AMT ഓടുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 1 ലിറ്ററിന് ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും മാനുവൽ ഗിയർ ബോക്സ് ആണ്. അതിന്റെ 1 ലിറ്ററിന്റെ പെർഫോമൻസ് റോഡിൽ എത്തണമെന്നുണ്ടെങ്കിൽ മാനുവൽ ഗിയർ ബോക്സ് തന്നെയാണ് ഏറ്റവും സൂട്ട് ആയിട്ടുള്ളത്. അപ്പോൾ അത് എടുക്കാൻ ശ്രദ്ധിക്കുക. ഓട്ടോമാറ്റിക് തന്നെ നിർബന്ധമുള്ളവർക്ക് AMT എടുത്തിട്ട് നിങ്ങൾക്ക് മാനുവലി ഗിയർമാരെ അങ്ങനെ ഓടിച്ച് ത്രില്ല് നോക്കാം. പിന്നെ റെനോൾട്ടിലാണെന്നുണ്ടെങ്കിൽ കിഡിൽ നോബ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ആ നോബ് തിരിച്ച് നിങ്ങൾ പാർക്ക് മോഡാണെങ്കിൽ ന്യൂട്രാണോ അല്ലെങ്കിൽ ഗിയർ മോഡാണോ തിരിച്ച് അതിനിഷ്ടമുള്ള സമയത്ത് ഗിയർ മാറുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു MT ബെറ്റർ എപ്പോഴും മാരുതിയുടെ MT തന്നെയാണ് എപ്പോഴും ബെറ്റർ. 2 വണ്ടി ഓടിച്ച് നോക്കാം. പിന്നെ കിഡിന്റെ റെനോൾട്ടിന്റെ എഞ്ചിൻ എന്ന് വെച്ചാൽ 999 സി സി, 71 bhp, 96 ന്യൂട്ടൺ മീറ്റർ തന്നെ എഞ്ചിനാണ് നിസാൻ റെനോൾട്ട് കൊടുക്കുന്നത്. അത് 2 വണ്ടിയിൽ കൊടുക്കുന്നുണ്ട്. അതായത് ഡ്രൈവറും പിന്നെ കൈകറും. പിന്നെ നിസാന്റെ ആണെങ്കിൽ മാഗ്നറ്റിലും കൊടുക്കേണ്ട സെയിം എഞ്ചിൻ തന്നെയാണ് നാച്ചുറൽ ആസ്പിറേറ്റർ. അതുകൊണ്ട് കാര്യമില്ല ഞാൻ പറയുന്നത് നാച്ചുറൽ ആസ്പിറേറ്റർ. പക്ഷെ കിഡിൽ കുറച്ചുകൂടെ അണ്ടർ റേറ്റഡ് ആക്കിയിട്ടുണ്ട്. ഈ 71 bhp കൊടുക്കുന്ന സമയത്ത് അവർ 67 bhp, 96 ന്യൂട്ടൺ മീറ്റർ കൊടുക്കുന്ന സമയത്ത് അവർ 91 ന്യൂട്ടൺ മീറ്റർ, അത് 4250 ക്ലോക്ക് ചെയ്യണത്. അപ്പോൾ അവരുടെ വലിയ വണ്ടിയിൽ ആ എഞ്ചിൻ 1 ലിറ്റർ എഞ്ചിൻ കിഡിൽ കൊടുക്കാനാണ് കിഡ് പറഞ്ഞത്. പക്ഷെ അതവിടെ ചെയ്തില്ല. പക്ഷെ കിഡ് ലൈറ്റ് വെഹിക്കിൾ ആയതുകൊണ്ട് അതിന് ആ ഡിഫറൻസ് അങ്ങനെ അത്ര അറിയുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ കിഡിന്റെ എഞ്ചിൻ അല്ലെങ്കിൽ റെനോൾട്ടിന്റെയും നിസാന്റെ എഞ്ചിൻ നല്ലത് തന്നെയാണ്. പൊതുവെ അതിനൊരു പോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഇൻസുലേഷൻ ഒക്കെ കുറച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ കുറച്ച് വൈബ്രേഷൻ 3 സിലിണ്ടർ ആണ്. അപ്പോൾ കുറച്ച് വൈബ്രേഷൻസ് കൂടുതൽ അറിയും, അത്ര ഉള്ള പ്രശ്നം. പക്ഷെ എഞ്ചിൻ ഇപ്പോഴും കുറെ വർഷങ്ങളായിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. മിക്കവരുടെ വീട്ടിലുണ്ട് റെനോൾട്ടിന്റെ 1 ലിറ്റർ എഞ്ചിൻസ്. ഇപ്പോൾ
നിസാൻ ഇപ്പോൾ രണ്ടാമത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 1 ലിറ്റർ എഞ്ചിൻ ഉണ്ട്. അപ്പൊ അതിന് എഞ്ചിൻ അങ്ങനെ റിലയബിൾ ആയിട്ടുള്ള എഞ്ചിൻ തന്നെ, ആദ്യം കംപ്ലൈൻസ് ഒന്നും ആരും അങ്ങനെ പൊതുവെ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടോ അതിന്റെ ഡിമാൻഡ് കുറവാണ്. നിസാന്റെ മാഗ്നറ്റ് വിറ്റുകൊണ്ട്, പക്ഷെ റെനോൾട്ടിന്റെ വണ്ടി സെയിൽ ഇച്ചിരി കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഡ്രൈവർ ഇപ്പോൾ നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഡ്രൈവറെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ചെറിയ ബഡ്ജറ്റിൽ വലിയൊരു SUV ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എർട്ടിഗയുടെ ഷേപ്പ്, അത് 7 സീറ്ററിനുള്ള വണ്ടി, അത് 5 പേർക്ക് ഇരിക്കാവുന്ന വിലക്ക് 7 പേർക്ക് ഇരിക്കാവുന്ന വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പറിലേക്ക് പോകാം. അത് നിങ്ങൾ ഓടിച്ച് നോക്കുക. കാരണം എഞ്ചിനും ബോഡി റേഷ്യോ ഭയങ്കര ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തിരി പവർ ലാഗ് ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെ ഓടിച്ച് നോക്കിയിട്ട് മാത്രം നിങ്ങൾ വണ്ടി ചൂസ് ചെയ്താൽ മതി. ഇപ്പൊ 5 പേർക്ക് ഇരിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ മാരുതിയിലേക്ക് പോകണമായിരിക്കും എപ്പോഴും നല്ലത്. മാരുതിയുടെ എപ്പോഴും പെർഫോമൻസ്, അത് പെപ്പി എഞ്ചിൻസ് ഓടിച്ചവരെ എല്ലാവർക്കും അറിയാം, പെപ്പി എഞ്ചിൻസ് ആണ് അവിടെ. അതിനകത്ത് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയുള്ള ഒരു കാര്യം, K10 കൊണ്ടുപോയിട്ട് ഇപ്പോൾ പൊതുവെ 66 bhp ആണെന്നുള്ളത് സെയിം K10 സീരീസ് എഞ്ചിൻ, പക്ഷേ ഓൾട്ടോ K10 വരുന്ന സമയത്ത് 68 bhp, പിന്നെ 89 ന്യൂട്ടൺ മീറ്റർ ഉള്ള ടോർക്ക്, വാഗണാറിലുള്ള ടോർക്ക് K10 വരുമ്പോൾ, ഓൾട്ടോ K10 കേസാണ് ഞാൻ പറഞ്ഞത്, ഓൾട്ടോ K10 വരുമ്പോൾ 91.1 അത് ക്ലോക്ക് ചെയ്തേക്കണം. മറ്റേത് 3000, വാഗണാറിൽ 3500 RPM-ലാണെങ്കിൽ ഇതിനകത്ത് ടോർക്ക് ക്ലോക്ക് ചെയ്തേക്കണം 3400 RPM-ൽ ക്ലോക്ക് ചെയ്തേക്കണം. അപ്പൊ അതൊരു അത്ഭുതം. കാരണം ഓൾട്ടോ K10 ഓടിച്ചവർക്ക് അറിയാം, നല്ലൊരു പെപ്പ് എഞ്ചിനാണ് അത്. പെപ്പ് എഞ്ചിനാണ് അതിന്റെ ഓടിച്ചവർക്ക് നല്ല പെർഫോമൻസ് അത് കാഴ്ചവെക്കുന്നുണ്ട്. ഇപ്പോൾ പറയുമ്പോൾ പറയാം, വലിയ വലിയ മിഠായിയുടെ പ്രൊഡക്റ്റുകൾ ഇറക്കുമ്പോൾ അതിന്റെ സാച്ചറ്റ് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, സാച്ചറ്റ് പ്രൊഡക്റ്റ് എപ്പോഴും നല്ലൊരു ക്വാളിറ്റിയിൽ ഇറക്കും. അപ്പൊ അത് കഴിച്ചിട്ട് എല്ലാവരും വലിയ കവർ മേടിക്കാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്യണത്. പറയുമ്പോൾ ക്ലീശയാണ്, പക്ഷെ ഓൾട്ടോ K10 കേസിൽ അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഓൾട്ടോ K10 കുറച്ചും കൂടി 2 bhp 2 ടോർക്കും കൂടുതലാണ്. അപ്പൊ ആ ഓൾട്ടോ K10 നിങ്ങൾ ഓടിച്ച് നോക്കാം. 7 ലക്ഷത്തിന്റെ ബഡ്ജറ്റിന്റെ കാര്യങ്ങൾ നോക്കാം. ഇപ്പൊ നിലവിൽ 1 ലിറ്റർ എഞ്ചിൻ അവൈലബിൾ ആണ്. ഇപ്പൊ 2 വർഷങ്ങൾക്ക് ശേഷം 1 ലിറ്ററിന്റെ കാര്യം നമുക്കറിയില്ല, ചിലപ്പോൾ വേണമെങ്കിൽ നിർത്താം. 3 മാനുഫാക്ചേഴ്സിന്റെ വണ്ടി ഓടിച്ച് നോക്കാം. പിന്നെ എന്തെങ്കിലും ഓടിച്ച് നോക്കി ഇഷ്ടപ്പെടണമെങ്കിൽ എടുക്കാം. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരം.